നമസ്കാരം, സ്മോൾ ബിസിനസ് ഐഡിയാസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ്. പക്ഷേ നല്ല പൊട്ടൻഷ്യാലിറ്റി ഉള്ള ഒരു ബിസിനസ് തന്നെയാണ്. അല്പം കഷ്ടപ്പാട് ഉള്ള ബിസിനസ് ആണ്. അത് ആദ്യം തന്നെ മനസ്സിലാക്കുക, അതിനുശേഷം മാത്രം മുമ്പോട്ട് പോവുക. ഈ ബിസിനസ്സിനെ നമ്മൾ മലയാളികൾ അല്ലാത്ത മറ്റുള്ള എല്ലാവരും തന്നെ അതിനെ പല രീതിയിൽ അവതരിപ്പിച്ച് അത് കുളമാക്കിയിട്ടിരിക്കുന്ന ഒരു ബിസിനസ് കൂടിയാണ്. കാരണം അതിനകത്ത് വളരെ വലിയ പ്രോഫിറ്റ് കാണിച്ചുകൊണ്ട് കബളിപ്പിക്കുന്ന ഒരു രീതിയിൽ പലരും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കുറച്ച് ഫാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ഘീ മാനുഫാക്ചറിങ് ബിസിനസ് ആണ്. അതായത് നമ്മുടെ ശുദ്ധമായ നാടൻ നെയ്യ് ഉണ്ടാക്കുന്ന ബിസിനസ് തന്നെയാണ്. പക്ഷെ ആ നെയ്യുടെ ഒരു പ്രോസസ്സിലേക്ക് ഞാൻ കടക്കുന്നില്ല. കാരണം അത് വീട്ടിലുള്ള പ്രായമുള്ളവരോട് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞു തരും. പക്ഷെ ഇവിടെ ഒരു ചെറിയ മെഷീൻ കാണിക്കുന്നുണ്ട്. ആ മെഷീൻ മുഖാന്തരം കുറച്ച് ഫാസ്റ്റ് ആയിട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്, എന്താണ് അതിന്റെ ഔട്ട്പുട്ട് എന്ന് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. താല്പര്യമുള്ളവർ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാവുന്നതാണ്. പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ അതും പറയാം, ശരിയാണെങ്കിൽ അതും പറയാം. ഇവിടെ ഈ ബിസിനസ് എങ്ങനെ ചെയ്യാം എന്നുള്ളതിന് മുമ്പ് ഇവിടെ ഒരു മെഷീൻ വേണ്ടി വരും. വളരെ കോസ്റ്റ് കുറഞ്ഞ ഒരു മെഷീനാണ്. അതിന്റെ പേരാണ് ക്രീം സെപ്പറേറ്റർ മെഷീൻ. നമുക്കത് മാനുവലായിട്ട് കിട്ടുന്നുണ്ട്, ഇലക്ട്രിക്കും കിട്ടുന്നുണ്ട്. രണ്ടിന്റെയും കോസ്റ്റ് മുമ്പോട്ട് പറയുന്നതാണ്. ഈ ക്രീം സെപ്പറേറ്റർ മെഷീൻ കൊണ്ട് നമുക്ക് ഏകദേശം 1 മണിക്കൂറിൽ 60 ലിറ്റർ പാല് വരെ അതിന്റെ ക്രീം മാറ്റിയെടുക്കാൻ പറ്റും. നമുക്ക് ആ ക്രീം മാറ്റിയെടുക്കലാണ് നെയ്യുടെ ഏറ്റവും ആദ്യത്തെ പരിപാടി. അതിനുശേഷം പിന്നെ അത് ചൂടാക്കിയാണ് നെയ്യിലോട്ട് മാറുന്നത്. അപ്പോൾ ഈ മെഷീൻ കൊണ്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അല്ലാതെയും സെയിം തന്നെ ആയിരിക്കാം, ഒരു 100 ലിറ്റർ പാല് നമ്മൾ ക്രീം സെപ്പറേറ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഏകദേശം 6.25 ലിറ്റർ ക്രീം കിട്ടും. 100 ലിറ്റർ പാലിന് 6.25 ലിറ്റർ ക്രീം കിട്ടും. വീണ്ടും ഈ ക്രീമിനെ നെയ്യാക്കുമ്പോൾ നമുക്ക് ഏകദേശം 5 ലിറ്ററോളം നെയ്യാണ് കിട്ടുന്നത്. ഇതാണ് ഇതിന്റെ ഒരു പ്രൊപ്പോർഷൻ. അതിനകത്ത് വേരിയേഷൻ വരാം, കാരണം പാലിന്റെ ക്വാളിറ്റി അനുസരിച്ച് വേരിയേഷൻ വരാം. ഓക്കെ, ഈ ക്രീം സെപ്പറേറ്റർ മെഷീൻ കൊണ്ട് നമുക്ക് ഇത് വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. 1 മണിക്കൂറിൽ 60 ലിറ്റർ വരെ ചെയ്യാൻ പറ്റും. അതായത് ഏകദേശം 100 ലിറ്റർ നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് 1.5 മണിക്കൂർ 1.25 മണിക്കൂർ മതി എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അതിനുശേഷം നമ്മൾ സാധാരണ പാരമ്പര്യമായിട്ടുള്ള രീതിയിൽ തന്നെ നെയ്യ് ഉണ്ടാക്കുക, നാടൻ നെയ്യ് ഉണ്ടാക്കുക. അതിനകത്ത് 1% പോലും മായം കലരാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രോഡക്റ്റിന്റെ വിജയം. അപ്പോൾ നമുക്ക് ആ ക്രീം സെപ്പറേറ്റർ മെഷീൻ കൊണ്ട് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊന്ന് കണ്ടു നോക്കാം. വളരെ സിമ്പിൾ ടെക്നിക്കാണ്, ഓൾറെഡി നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി ഈ ക്രീം സെപ്പറേറ്ററിലൂടെ നമ്മൾ ഉണ്ടാക്കിയ ക്രീമിൽ നിന്ന് നെയ്യും ഉണ്ടാക്കി എന്ന് കരുതുക. അതിന്റെ പ്രൊപ്പോർഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതെങ്ങനെയാണ്, ഇതിന്റെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് എങ്ങനെയാണ് ഇത് വിൽക്കുന്നത് എന്നൊന്ന് നോക്കാം. ആദ്യമേ തന്നെ നമുക്ക് 100 ലിറ്റർ പാല് എന്ന് പറയുമ്പോൾ മിൽമ പാലാണെങ്കിൽ നമുക്ക് 4600 രൂപയാകും. അതിനകത്ത് ക്രീം കുറവായിരിക്കും. അതായത് അവർ ക്രീമൊക്കെ എടുത്തിട്ടാണ് നമുക്ക് ഈ സാധനം തരുന്നത്. ഓക്കെ, സെക്കൻഡ്, നമ്മൾ നാടൻ പശുവിന്റെ പാല് വിലയ്ക്ക് വാങ്ങിക്കുകയാണെങ്കിൽ 50 രൂപ മിനിമം ലിറ്റർ ആകും. അതായത് 5000 രൂപയാകും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു ബിസിനസ് ചെയ്യാൻ ഏറ്റവും നല്ലത് അല്പം പശുക്കളെ വളർത്തുന്നവരുണ്ടെങ്കിൽ, ചെറിയൊരു ഫാം ഉള്ളവരുണ്ടെങ്കിൽ അവർക്കൊക്കെയാണ് നല്ലത്. ഒരു 4-5 പശുവിനെ വളർത്തുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നല്ല ഒരു ബിസിനസ് അവസരം തന്നെയായിരിക്കും. അപ്പോൾ അവർക്ക് ലാഭവിഹിതം കൂടും എന്നുള്ളതാണ് അതിന്റെ സത്യം. അങ്ങനെ പോകുന്നില്ല, നമ്മൾ പുറത്തുനിന്ന് പാല് വാങ്ങിക്കുന്ന വ്യക്തിയാണ് എന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ കാൽക്കുലേഷൻ പറയുന്നത്. അതായത് 5000 രൂപയുടെ പാല് നമ്മൾ വാങ്ങിക്കഴിഞ്ഞു. ഈ 5000 രൂപയുടെ പാല് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു 6.25 കിലോ ആണ് നമുക്ക് ക്രീം കിട്ടുന്നതെന്ന്. അതിൽ നിന്നും നമ്മൾ നെയ്യാക്കി കഴിയുമ്പോൾ നമുക്ക് 5 ലിറ്റർ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി 5 ലിറ്റർ നെയ്യുടെ വിലയാണ് നമ്മൾ അറിയേണ്ടത്. സാധാരണഗതിയിൽ മാർക്കറ്റിൽ നെയ്യ് കിട്ടുന്നതിനകത്ത് മുഴുവൻ മിശ്രിതങ്ങളാണ്. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഈവൻ മിൽമ പോലും പ്യുർ നെയ്യല്ല കൊടുക്കുന്നത്. അപ്പോൾ മിൽമയുടെ നെയ്ക്ക് ഏകദേശം 600 രൂപയാണ് പെർ ലിറ്റർ വില വരുന്നത്. എന്നാൽ നമ്മളുടെ ശുദ്ധമായ നാടൻ നെയ്ക്ക് 700 രൂപ മുതൽ 1200 രൂപ വരെ
മാർക്കറ്റ് വിലയുണ്ട്. ഓക്കെ, 1200 നമ്മൾ പോകേണ്ട, നമുക്കൊരു 700-800 റേഞ്ചിൽ വാങ്ങിക്കാൻ പറ്റും. ഉറപ്പായിട്ടും വാങ്ങിക്കാൻ പറ്റും, നല്ല ശുദ്ധമായ നെയ്യാണെങ്കിൽ. ഓക്കെ, ഈ 700 രൂപ എന്ന് മാത്രമേ നമ്മൾ പിടിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്താണ് കിട്ടിയത്? 5 കിലോ നെയ്യാണ് കിട്ടിയത്, നാടൻ നെയ്യ്. ഈ നാടൻ നെയ്യ് 5 കിലോ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് 700 രൂപ വെച്ച് 3500 രൂപയുടെ ബിസിനസ്സിനുള്ള സാധനം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് മിച്ചമുള്ള പാല്, അതായത് 100 ലിറ്ററിൽ നിന്ന് 6.4 ലിറ്റർ ഇല്ലെങ്കിൽ 6.25 കിലോ മാറി കഴിഞ്ഞിരിക്കുന്നു. ബാക്കി നമുക്ക് 93 സംതിങ് ആണുള്ളത്. നമ്മൾ 90 ലിറ്റർ എന്ന് പിടിക്കാം. അല്പം വേസ്റ്റേജും കാര്യങ്ങളൊക്കെ വന്നാൽ പോലും 90 ലിറ്റർ പാലെന്ന് പിടിക്കാം. അതായത് ക്രീം എടുത്ത പാലാണ്. വേണമെങ്കിൽ നമുക്കിത് കടകളിൽ, ചായക്കടകളിൽ വിൽക്കാം. അത്രയ്ക്ക് വലിയ കടകൾ, അത്രയ്ക്ക് ഫാസ്റ്റ് ആയിട്ട് ഇത്രയും ചായക്കുള്ള ബിസിനസ് ഉള്ള കടകളുണ്ടെങ്കിൽ അവർക്ക് വിൽക്കാം. ഇനി ഇല്ലെങ്കിൽ തൈരാക്കാം. അതായത് ഒരൊറ്റ ബിസിനസ് കൊണ്ട് നടക്കത്തില്ലത്. അപ്പൊ തൈരാക്കുകയാണെങ്കിൽ 90 ലിറ്റർ തൈരാക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 1 ലിറ്ററിന് 40 രൂപ വെച്ചിട്ടാൽ പോലും 94, 36, 3600 രൂപ വാങ്ങിക്കാൻ പറ്റും. ഇതെല്ലാം കണക്കാണ്. ഇതിന്റെ മാർക്കറ്റിംഗ് കൃത്യമായിട്ട് നടക്കണം, സാധനം വിറ്റു പോകണം. അതുവരെ ഇത് വെറും കണക്കുകൾ മാത്രമാണ്. അപ്പൊ 3600 രൂപ അവിടെ, 3500 നമ്മൾ നെയ്യ് ഉണ്ടാക്കി കഴിഞ്ഞു. അതായത് 7100 രൂപയുടെ പ്രോഡക്റ്റ് നമ്മൾ 5000 രൂപയുടെ പാലിൽ നിന്ന് ഉണ്ടാക്കി കഴിഞ്ഞു. ഇതിനകത്ത് നമുക്ക് വേറെ ഒത്തിരി ചെലവുകളുണ്ട്. കാരണം ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, കറണ്ട് വന്നു, എന്താ പറയുക, ഗ്യാസിന്റെ ചെലവ് വന്നു, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ കഴിച്ചിട്ട് നമുക്ക് ഒരു 600 രൂപ അതിനു വേണ്ടി മാറ്റിവെക്കാം. വേണ്ട, 1000 രൂപ അതിനു വേണ്ടി മാറ്റിവെക്കാം. ഈ 1000 രൂപ മാറ്റി വെച്ചാൽ പോലും പെർ ഡേ നമുക്ക് 1000 രൂപ ലാഭം കിട്ടുന്ന ബിസിനസ് ആണ്. 30 ദിവസവും ബിസിനസ് ഉണ്ടെങ്കിൽ 30,000 രൂപ, ഇല്ല 25 ദിവസമേ ബിസിനസ് ഉള്ളെങ്കിൽ 25,000 രൂപ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ബിസിനസ് ആണ്. ഇത് കൂടിയും കുറഞ്ഞും ഇരിക്കും. അത് ഡിപ്പെൻഡ് അപ്പോൺ ദ സിറ്റുവേഷൻ ആൻഡ് ഡിപ്പെൻഡ് അപ്പോൺ ദ ബിസിനസ് വോള്യൂം ആണ്. ഇതിനേക്കാൾ കൂടുതൽ കിട്ടും. കാരണം ഗൾഫ് കൺട്രീസ് എന്നൊക്കെ വരുന്ന ആളുകൾ വരികയാണെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞാൽ അവര് നല്ല ക്വാണ്ടിറ്റി വാങ്ങിച്ചുകൊണ്ട് പോകും, നല്ല വിലയും തന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും. അപ്പോൾ ആ രീതിയിൽ വരും. പിന്നെ അവർ റെഫർ ചെയ്യുകയും ചെയ്യും. അടുത്ത കൂട്ടുകാരൻ വരുമ്പോൾ റെഫർ ചെയ്യും, ഇടാ അവിടെ കിട്ടും, നീ അവിടെ പോയി വാങ്ങിക്കാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് റെഫർ ചെയ്തൊക്കെ വിടും. നമുക്ക് കച്ചവടം കിട്ടും. നല്ല പ്രോപ്പറായിട്ട് പ്യൂറായിട്ട് സാധനം കൊടുക്കുകയാണെങ്കിൽ കച്ചവടം കിട്ടും. അപ്പോൾ നമുക്ക് 7100 രൂപയിൽ നിന്ന് 1100 നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ അങ്ങനെയുള്ള അല്ലറ ചില്ലറ ചെലവിന് മാറ്റി വെച്ച് കഴിഞ്ഞാലും 1000 രൂപ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടും. ഇനി ഇത് എവിടെയാണ് ഈ ഘീ വിൽക്കേണ്ടത് എന്നൂടെ പറഞ്ഞുതരാം. കാരണം ഘീ വിൽക്കേണ്ടത് നമ്മൾ എപ്പോഴും ഡയറക്റ്റ് കസ്റ്റമറിനെ സമീപിക്കുകയേ ചെയ്യാവുള്ളൂ. കാരണം ഒരു തവണ ഒരാൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർക്ക് റിപ്പീറ്റ് ഓർഡർ ചെയ്യാൻ, അതായത് റിവേർട്ട് ബാക്ക് ടു ദ ബിസിനസ് മാൻ ആയിരിക്കണം. അങ്ങനെയുള്ള ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ അവരുടെ നിന്ന് നമുക്ക് നല്ലപോലെ കച്ചവടം കിട്ടും. അതുപോലെ തന്നെ അവർ റെഫർ ചെയ്ത് നമുക്ക് ഒരുപാട് കച്ചവടങ്ങൾ ഉണ്ടാക്കി തരും. അപ്പോൾ നമ്മൾ വീടാന്തരം ഉള്ള കച്ചവടമാണ് നല്ലത്. കാരണം ഇന്ന് നാട്ടിൻ പുറങ്ങളിൽ പോലും നല്ല നെയ്യ് കിട്ടാനില്ല. ഈ ചവർ നമ്മൾ കവറിൽ കിട്ടുന്ന അല്ലെങ്കിൽ പാക്കറ്റിൽ കിട്ടുന്ന ചവർ നെയ്യാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് നല്ല മാർക്കറ്റ് ഉണ്ട്. തീർച്ചയായിട്ടും കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ആ ബിസിനസ് വിജയിക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, തൈരിന്റെ കാര്യം പറഞ്ഞു. തൈരിനും നല്ല കാറ്ററേഴ്സിനെ പിടിക്കുക. ഇപ്പൊ കാറ്ററിംഗ് ഒക്കെ ഡൗൺ ആണ് എന്ന് നിങ്ങൾ പറയും, ശരിയാണ്. അത് കഴിയുമ്പോൾ നല്ല കാറ്ററേഴ്സിനെ പിടിക്കുക, നല്ല ഹോട്ടലുകൾ പിടിക്കുക, ബൾക്കായിട്ട് സപ്ലൈ ചെയ്യാൻ പറ്റുന്ന എവിടെ ഉണ്ടോ അവിടെ പിടിക്കുക, അവിടെ തൈരെത്തിക്കാൻ നമുക്ക് കഴിയണം. അതായത് 90 ലിറ്റർ തൈരാണ് ഒരു ദിവസം നമ്മൾ മിനിമം നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. പാക്ക് ചെയ്ത് വിൽക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യാം. കാരണം ഈ സാധനം പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കടക്കാർക്ക് 40 രൂപയ്ക്കാണ് കൊടുക്കുന്നതെങ്കിൽ അവർക്ക് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ 54 രൂപയാണ് മിൽമയുടെ തൈരിന്റെ വില. 54 രൂപയ്ക്ക് വരെ വിൽക്കാൻ പറ്റും. തീർച്ചയായിട്ടും അവർ വിൽക്കും. പക്ഷെ ഇതിനൊക്കെ നമ്മൾ മാർക്കറ്റ് കണ്ടെത്തിക്കൊണ്ട് മാത്രമേ ഈ ബിസിനസ്സിലോട്ട് ഇറങ്ങി പുറപ്പെടാവുള്ളൂ. ഇല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകും, അതുപോലെ തന്നെ നഷ്ടം വരും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ മാർക്കറ്റ് സ്റ്റഡി ചെയ്യുക, അതിനുശേഷം മാത്രമേ ഇതിലേക്ക് ഇറങ്ങി പുറപ്പെടാവുള്ളൂ. അപ്പോൾ നമുക്ക് ആ മെഷീൻ എവിടെ കിട്ടും, എങ്ങനെ കിട്ടും, എന്തായിരിക്കും വില എന്നൊന്ന് നോക്കാം. ഇത് നമ്മൾ ആമസോണിന്റെ സൈറ്റിലാണ് ഉള്ളത്. മിൽക്ക് ക്രീം ഹാൻഡ്, അതായത് മാനുവൽ സെപ്പറേറ്റർ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് 6500 രൂപ, 11,999 രൂപയാണ് ഇതിന്റെ വില. 6500 രൂപയ്ക്കാണ് നമുക്ക് കിട്ടുന്നത്. ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ താഴോട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കിട്ടുന്നതാണ്. ഇവിടെ മറ്റൊരെണ്ണമാണ്. ഇത് ഇലക്ട്രിക് മിൽക്ക് ക്രീം സെൻട്രിഫ്യൂഗൽ സെപ്പറേറ്റർ ആണ്, അതായത് ഇലക്ട്രിക് ആണ്, സിംഗിൾ ഫേസ് മെഷീൻ ആണ്. അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 30,814 രൂപ, 30,814 രൂപയാണ്. ഇവിടെ നിങ്ങൾക്ക് ആഡ് ടു കാർട്ട് കൊടുത്ത് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാവുന്നതാണ്. ഇനി ഇത് ഇന്ത്യ മാർട്ടിന്റെ സൈറ്റ് ആണ്. 5,500 രൂപയുടെ മെഷീൻ ഉണ്ട്. ഇവിടെ 27,719 രൂപയുടെ മെഷീൻ ഉണ്ട്.
85,000 രൂപയുടെ മെഷീൻ ഉണ്ട്, 8,500 ഉണ്ട്. ഈ ടൈപ്പിൽ ഒരുപാട് മെഷീൻ ഇവിടെയും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏതാണ് അമിക്കബിൾ ആയിട്ട് നിങ്ങൾക്ക് സൂട്ടബിൾ ആകുന്നത് എന്ന് നോക്കിയിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകുക. ഇവിടെ 9,000 രൂപയുടെ മെഷീൻ കാണിക്കുന്നുണ്ട്, 5,500 ഉണ്ട്. അത് ഹാൻഡ് ഓപ്പറേറ്റഡ് ആണോ, അതായത് മാനുവൽ ആണോ ഇലക്ട്രിക് ആണോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്തിരിക്കണം. ഇത് ആമസോണിന്റെ സൈറ്റ് ആണ്. ഇവിടെ നമുക്ക് ഘീ എങ്ങനെ കിട്ടുന്നു എന്നുള്ളതാണ് നോക്കുന്നത്. സാധാരണയും കെമിക്കൽ ചേർന്നതും പ്യോറും ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ പ്യോർ ആയിട്ടുള്ള 500 ml 900 രൂപ, അതായത് 1,800 രൂപ 1 ലിറ്റർ ആണ് ഈ ഘീയുടെ വില. ഇവിടെ വരുമ്പോഴത്തേക്ക് 1 ലിറ്ററിന് വരുന്നത് 2,599 രൂപയാണ്. പ്യോർ കൗ ഘീ ആണ്, അതായത് പശുവിന്റെ നെയ്യ് തന്നെയാണ്. ഇവിടെ വരുമ്പോഴത്തേക്കും 1,099 രൂപ പെർ ലിറ്ററിന് വരുന്നുണ്ട്. ഇവിടെ 1,299 രൂപ വരുന്നുണ്ട്. ഇവിടെ കുറഞ്ഞതുകൊണ്ട് ആശീർവാദിന്റെ വരുമ്പോഴത്തേക്ക് 580 രൂപ, മറ്റുള്ളവരുടെ 469 രൂപയ്ക്ക് വരുന്നുണ്ട്, 565 രൂപയുടെ വരുന്നുണ്ട്, 427 രൂപയുടെ വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ 1,999 രൂപയുടെ വരുന്നുണ്ട് ജീവയുടെ. പിന്നെ ബാക്കിയെല്ലാം കെമിക്കൽ കലർന്നതെല്ലാം ഏതാണ്ട് 550-600 റേഞ്ചിൽ വരുന്നുണ്ട്, പ്യൂർ ആയിട്ടുള്ളതല്ലത്. ഓക്കെ, ഇവിടെ വരുമ്പോഴത്തേക്കും എന്താ പറയുക, 900 രൂപയ്ക്ക് 500, അതായത് 1,800 നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഇവിടെ വരുമ്പോഴത്തേക്ക് 500 ml 680 രൂപ, അതായത് 1,300 രൂപയുടെ വരുന്നുണ്ട്. നിങ്ങൾക്ക് സിംഗിൾ പീസ് നിങ്ങളുടെ ആവശ്യത്തിന് ആവശ്യമുള്ളതാണെങ്കിൽ, അതായത് നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതാണെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ നമ്മുടെ ആ ഒരു ഫാക്ട് ആണ്. ശ്രദ്ധിച്ച് നോക്കുക, ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ കാര്യമാണ്. പിന്നെ ഇവിടെ പ്രത്യേകം ഒരു കാര്യം പറഞ്ഞാൽ, ഞാൻ 50 രൂപയാണ് പാലിന് 1 ലിറ്ററിന് പിടിച്ചത്, അത്രയും കൊടുക്കേണ്ടി വരത്തില്ല. കാരണം സാധാരണ ക്ഷീര കർഷകര് മിൽമയ്ക്ക് പാല് അളക്കുന്നത് 35 രൂപയിൽ താഴെയാണ് 1 ലിറ്ററിന്. അതായത് 35 രൂപയ്ക്കുള്ള അവിടെ അവർ കൊടുക്കത്തില്ല. എത്ര നല്ല പാലാണെങ്കിലും 35 രൂപയ്ക്കാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അത് 35 എന്നുള്ളത് 36, 38, 40 കൊടുക്കാൻ റെഗുലർ നമ്മൾ തയ്യാറാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെയും പാല് ലഭിക്കുന്നതാണ്. അത് നമ്മുടെ ലാഭത്തിലോട്ട് മാറുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനെക്കുറിച്ച് മെയിൻ കാര്യങ്ങൾ പറയാനുള്ളത്. എങ്കിൽ പോലും കൃത്യമായിട്ട് മാർക്കറ്റ് സ്റ്റഡി ചെയ്തതിനു ശേഷം മാത്രമേ ഈ ബിസിനസ് തുടങ്ങാവൂ. പിന്നെ നെയ്യുടെ കാര്യം, നെയ്ക്ക് നമ്മൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് 5 ലിറ്ററിന്റെ ഓർഡർ എടുത്ത് വെക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. നമുക്കൊരു ഷുവർട്ടി ഉണ്ടായിരിക്കുകയും ചെയ്യും. പിന്നെ ഫോസ്കോസിന്റെ രജിസ്ട്രേഷൻ എടുക്കാതെ ഈ ബിസിനസ് നിങ്ങൾ തുടങ്ങരുത്. ലൈസൻസ് ആണെങ്കിൽ ബെറ്റർ, രജിസ്ട്രേഷൻ എങ്കിലും എടുത്തിരിക്കണം. രജിസ്ട്രേഷന് 1 വർഷം 100 രൂപ മാത്രമേ ഫീസ് ഉള്ളൂ. അങ്ങനെ എങ്ങനെ രജിസ്ട്രേഷൻ എടുക്കും എന്നുള്ളതിന്റെ വീഡിയോ നമ്മളുടെ ചാനലിലുണ്ട്. മുകളിൽ ഐ ബട്ടണിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കാണും. അതും കൂടെ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂടെ തന്നെ ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇത്തരത്തിലുള്ള ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.